ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് വരുന്ന നമ്മുടെ പവിത്രം സീരിയൽ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് കാട്ടിലകപ്പെട്ട വേദയും വിക്രമിലും. രാവിലെ വേദ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിക്രമിനെ അടുത്ത് കാണുന്നില്ല. അങ്ങനെ വേദ കാട്ടിൽ വിക്രം എന്ന് വിളിച്ച് നടക്കുന്ന ഒരു സീനാണ്. അവസാനം കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ മുഖം കഴുകിക്കൊണ്ട് ഒരു അരുവിയുടെ അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ എവിടെ പോയി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ആകെ പേടിച്ചു എന്നൊക്കെ പറഞ്ഞ് വേദ പറയുന്ന രംഗമാണ് കഴിഞ്ഞ ദിവസം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വരാൻ പോകുന്നത് അങ്ങനെ. അതിനുശേഷം അവൾ പറയുന്നുണ്ട് ഇന്ന് എന്താണ് നമ്മുടെ പ്രോഗ്രാം, നമ്മൾ എന്താ ചെയ്യണേ. അപ്പോൾ അവൻ കുറച്ച് കളിയാക്കിയൊക്കെ കുറേ ഡയലോഗ് പറയുന്നുണ്ട്. പ്രോഗ്രാം എന്താണ്, ഇന്ന് നിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് ഹെലികോപ്റ്ററിൽ കറക്കി നിന്നെ കൊണ്ടു നടക്കാനും ഒക്കെയാണെന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ വേദ പറഞ്ഞു അല്ല വിക്രം, തമാശ നിർത്തുക, ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചത് ഇന്ന് എന്താണ്. അപ്പോൾ അവൻ വിക്രം പറയും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള വഴി നോക്കണം വേദ, അപ്പോൾ അതിനെന്തെങ്കിലും നോക്കട്ടെ. അപ്പോൾ വേദ പറയും എനിക്ക് എന്തായാലും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും എനിക്ക് കഴിക്കണം, അതിന് മുന്നേ എനിക്ക് പല്ല് തേക്കണം, അതിനെന്താ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്രഷും പേസ്റ്റും ഒന്നും കിട്ടത്തില്ല, പിന്നെ പല്ല് തേക്കാനായിട്ടാണെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇല എടുത്തിട്ട് ഇങ്ങനെ കീറിയിട്ട് അവനത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കടിച്ച് ബ്രഷ് പോലെയൊക്കെ ആക്കിയിട്ട് ഇതുപോലെ തേക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേദ ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് അതുപോലെ വിക്രം ചെയ്തതുപോലെ തന്നെ ചെയ്ത് പല്ലൊക്കെ വൃത്തിയാക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ വേദയുടെ മുത്തശ്ശിയാണ്. അമ്മ വേദയുടെ മുത്തശ്ശിയും അമ്മയും. അമ്മ കിച്ചണിൽ നിന്ന് ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി വേദയുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും എനിക്കെന്തോ മനസ്സിനൊരു സമാധാനവും ഇല്ല, 2 ദിവസമായിട്ടും മോളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, വിക്രമിനെ വിളിച്ച് പറഞ്ഞിട്ടും വിക്രമ വേദനെ വിളിപ്പിക്കാൻ പറഞ്ഞിട്ട് വിളിപ്പിച്ചിട്ടില്ല, പിന്നെ ശ്രീജേനെ ഞാൻ വിളിച്ച സമയത്തും മോളുടെ കയ്യിൽ ഫോണൊന്ന് കൊടുക്കുക, അവളുടെ ഫോൺ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു തീരുന്നു ശ്രീജ ഫോൺ വെച്ചു. എനിക്കെന്തോ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു അപകടം പോലെ എനിക്ക് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടം വരെ ഒന്ന് പോയാലോ. അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട് അമ്മ ഇത്രയും നേരമായിട്ട് എന്നിട്ട് പറയാത്തത് എന്താ, ഇന്നലെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നല്ലോ. അല്ല എനിക്ക് പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് വേഗം റെഡിയാവും, നമുക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് മാഷിൻ്റെ വീട്ടിൽ കൂടെ കയറാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് വേദയുടെ അമ്മ പോയി ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേദയുടെയും വിക്രമിൻ്റെയും കാട്ടിലുള്ള കുറച്ച് സീനാണ്. അതായത് അവർ കാട്ടിലൂടെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് നടക്കുന്ന രംഗമാണ്. അപ്പം ഈ വേദക്ക് നടക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ അവൻ പിടിച്ച് ഇങ്ങനെ നടക്കണം. ഇതെന്താണെന്ന് എനിക്ക് ഇത്രയും ദിവസമായിട്ട് നിൻ്റെ കാല് ഇതുവരെ ശരിയാവാത്തതെന്ന് വിക്രം ചോദിക്കുന്നു. എനിക്കൊന്നും അറിയില്ല, ഇത്രയും ദിവസമായിട്ട് വേദനയുണ്ട് വിക്രം എന്ന് പറയുന്നു. എന്നാൽ കെട്ടൊന്ന് നമുക്ക് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കെട്ട കഴിച്ചു മാറ്റുന്നു വിക്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീ ഒന്ന് നടന്ന് നോക്കാൻ പറയുമ്പോൾ ഇല്ല വിക്രം എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം മനസ്സിലാലോചിക്കും എവിളിനി നമ്പറാണോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വിക്രം പറയുന്നുണ്ട് ഇക്കണക്കിന് പോകണമെങ്കിൽ വീട് എത്തണ വരെ നിന്നെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നടു ഒടിഞ്ഞു പോകുമല്ലോ, ചിലപ്പോൾ എടുക്കേണ്ടിയൊക്കെ വരും, അല്ലാണ്ട് എന്നെ ഇവിടെ കാട്ടിക്കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ വിക്രമിന് എന്ന് വേദയും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവനൊരു നമ്പർ ഇട്ട് നോക്കാം, ഇവളെ കാല് ശരിയായില്ലെന്ന് അന്നേരം അറിയാം. ഇവിടെ ഇവർ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വിക്രം പറയും ആന വരുന്നു എന്നുള്ളൊരു സീൻ പറയുന്നതാണ്. അപ്പോൾ അത് പറയുന്നതിൻ്റെ ഇടയിൽ ഇത് കേട്ട പാടെ തന്നെ വേദ അവിടെ നിന്ന് എടുത്ത് ചെടി ഒറ്റ ഓട്ടോ ഓടരുത്. ഇത് കണ്ടിട്ട് വിക്രം അവിടെ മാറി നിന്ന് ചിരിക്കുകയാണ്. അപ്പം നിൻ്റെ കാലിനൊരു കുഴപ്പമില്ലല്ലേ, നീ അപ്പം നമ്പർ ആയിട്ടാണെന്നല്ലേ എന്ന് വിക്രം പറയുന്നുണ്ട്. അത് പിന്നെ എത്ര വയ്യാത്ത ആളാണെങ്കിലും ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യനാരായാലും ഓടിപ്പോകത്തില്ലേന്ന് വേദ ചോദിച്ചിട്ട് ഓടി വന്നിട്ട് എന്നെ പറ്റിച്ചാണെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ തല്ലുന്നതൊക്കെ കുറച്ച് രംഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, എനിക്ക് വിശക്കുന്നുണ്ട്, വിശപ്പിന് എന്തെങ്കിലും എനിക്ക് താട്ടെ, എനിക്ക് നിങ്ങളെ ഗുണ്ടകളെ പോലെയുള്ള സ്റ്റാമിനയൊന്നും എനിക്കില്ല, എനിക്ക് വിശപ്പ് വന്നാൽ ഫുഡ് കഴിക്കണം, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് വേദ വിക്രമിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന രംഗം മാഷിൻ്റെ വീടാണ്. അതായത് നന്ദിനി മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് കാറിൽ ഇറങ്ങുന്ന രംഗമാണ്. അപ്പോൾ നോക്കുമ്പോൾ വേദയുടെ മുത്തശ്ശിയും അമ്മയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവളും ഷോക്കായി പോകും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രീജയും വിശ്വവും പുറകിൽ നിന്ന് നോക്കുമ്പോഴും നന്ദിനിയുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കയറി വരുന്നതാണ് കാണുന്നത്. അങ്ങനെ ചെയ്യുന്ന ആ മാഷിനെയും അമ്മയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെല്ലാവരും കൂടെ വന്നിട്ട് കയറി വരുമെന്ന് പറയും. അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കയറി വന്ന്
ഇരിക്കുക, അകത്തോട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇല്ല നമുക്ക് ഇവിടെ ഇരിക്കാം, സിറ്റൗട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കുന്ന രംഗമാണ്. അത് കഴിഞ്ഞിട്ട് അവർ സംസാരിക്കുന്നു, വേദ മോളെ ഇവിടെ പോയിക്കാണ്, ഇവിടെ ഇല്ലേ പുറത്തോട്ട് പോയിക്കുകയാണോ എന്ന് വേദയുടെ അമ്മ ചോദിക്കും. അപ്പോൾ പറയും അവർ മുഖത്ത് എല്ലാവരുടെയും മുഖത്ത് ആകെ ടെൻഷനാണ്. കാര്യം എന്ന് വെച്ചാൽ വേദ ഇല്ല എന്നുള്ള പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നന്ദിനി പറയും വേദ കോടതിയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കാവും. എന്ത്? അപ്പോൾ ഞാൻ വിക്രമിനെയും വിളിച്ചാണല്ലോ, അപ്പോൾ വിക്രം ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ശ്രീജയനെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, അപ്പോഴും ശ്രീജയും ഒന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ മോക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താണ് മറക്കുന്നത്, നിങ്ങൾ പറയൂ എന്ന് ചോദിച്ചിട്ട് ശ്രീജയുടെ അമ്മയും മുത്തശ്ശിയും ഷൗട്ട് ചെയ്യാണ്. അപ്പം മാഷ് പറയും സമാധാനപ്പെടും, വിക്രമിനെ ഇവിടെ കാണാനില്ല. അപ്പം നന്ദിനി പറയും അല്ല വിക്രം ഇവിടെ ഉണ്ടായിരുന്നു, കോടതിയിൽ നിന്ന് നേരെ ഇവിടെ വന്നേ പിന്നെ ഇവിടെ കാണാനില്ല എന്ന് നന്ദിനി പറയും. അപ്പോൾ എന്നിട്ട് നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഈ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് ഈ വിക്രം എന്തെങ്കിലും വേദന ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരും. നീ ആവശ്യമില്ലാത്തൊക്കെ എന്താണ് മോളെ പറയണത്, ഇങ്ങനെയാണോ അവരോട് സംസാരിക്കുന്നത്? അപ്പോൾ മാഷ് പറയും വേദയുടെ അമ്മയും മുത്തശ്ശിയും വേദേനെ കാണാനില്ല എന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ അവളെ തിരക്കി വരുമ്പോൾ ഇങ്ങനെ പാനിക്കായിട്ടുള്ള രീതിയിലാണോ സംസാരിക്കുന്നത്, വാടയ്ക്കെന്നുള്ള രീതിയിൽ മാഷ് നന്ദിനീനെ പറയുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കമലയും വഴക്ക് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലേണ്ട കാര്യങ്ങളൊന്നും പറയില്ല, എൻ്റെ മോന് അവളൊരു സാക്ഷി, അവൾ കണ്ട കാര്യം സാക്ഷി പറയുന്നതാണ്, അല്ലാണ്ട് അവളോട് ദേഷ്യമൊന്നും വിക്രമിനില്ല എന്ന് കമലം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നിങ്ങളുടെ മോന് വരികയും പോവുകയും ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങളുടെ മോൻ അങ്ങനെയുള്ള രീതിയാണ്, പക്ഷേ എൻ്റെ മോൾ അങ്ങനെയല്ല എന്ന് വേദയുടെ അമ്മ പറയുന്നുണ്ട്. അതെന്തിനാ പറ്റുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നത്, നമുക്ക് രണ്ടുപേരുടെ മക്കളെ കാണാണ്ടായ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഷ് ഇടപെട്ടിട്ട് പറയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇത് കൂടുതൽ സമാധാനക്കേടാക്കേണ്ട, നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന പറയും. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും ഈ കാര്യത്തിൽ വിഷമമുണ്ട്, മക്കളെ കാണാനില്ല, അപ്പോൾ തിരക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയാം. അപ്പം നമ്മുടെ വിശ്വം പറയുന്നുണ്ട്, അച്ഛാ അത് വേദയുടെ അച്ഛന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാവില്ലേ എന്നിങ്ങനെ വിശ്വം പറയുമ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട് ശങ്കരേട്ടനോടും കൂടെ ആലോചിച്ചിട്ട് മാഷ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അമ്മ പറയുന്നുണ്ട്. ആകെ അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനായിപ്പോൾ. അപ്പോൾ മാഷ് പറയുന്നുണ്ട് ചിലപ്പോൾ വിക്രമിൻ്റെ കൂടെ തന്നെ വേദ ഉണ്ടാകും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അല്ല അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് മുത്തശ്ശിയും അമ്മയും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പില്ലല്ലോ വിക്രമിൻ്റെ കൂടെ ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ വിശ്വം ചോദിക്കുന്നുണ്ട് അമ്മ ഇനി അവൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ മറ്റോ വീട്ടിലും പോയി മാറി നിൽക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും പോയി നിൽക്കാനുള്ള ഫ്രണ്ട്സ് ഒന്നും വേദയ്ക്കില്ല എന്ന് വേദയുടെ അമ്മ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നേരെ കാട്ടിലെ കുറച്ച് രംഗങ്ങളാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ വേദയുടെ അമ്മയും അച്ഛനെയും ശ്രീജ ചായയെല്ലാം റെഡിയാക്കി എല്ലാവരും കൂടെ ക്ഷണിച്ച് അവരകത്തേക്ക് ഇരിക്കുന്നത് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അകത്ത് കയറി പോകുന്ന രംഗമാണ്. പിന്നെ കാണിക്കുന്നത് നേരെ കാട്ടിലെ രംഗമാണ്. അതായത് കാട്ടിൽ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് എന്താ കഴിക്കാൻ കിട്ടുക എന്നുള്ള ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ കുറച്ച് ഈ കിഴങ്ങൊക്കെ ഇങ്ങനെ തീ കനൽ കൂട്ടി ചുട്ടെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ കുക്കിംഗ് ഒക്കെ തുടങ്ങിയോ എന്ന് വേദ വിക്രമിനോട് ചോദിക്കും. ആയി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചുട്ടെടുത്തതിന് ഒരു ഇലയിൽ വെച്ച് വേദയ്ക്ക് കൊണ്ട് കഴിച്ച് നോക്കുമ്പോൾ വേദയ്ക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ഒരെണ്ണം വിക്രമും എടുത്ത് കഴിക്കും. അപ്പോൾ ചൂടാണ്, കൈ പൊള്ളിക്കണ്ടെന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേദ പറയുന്നുണ്ട് എന്തായാലും കാട്ടിലെ എക്സ്പീരിയൻസ് ചില്ലറ എക്സ്പീരിയൻസ് ഒന്നും അല്ല, നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വിക്രമിനെന്ന് പറയും. അപ്പോൾ അവൻ പറയും നിനക്ക് ഞാൻ പറഞ്ഞാൽ എല്ലാം തള്ളാണെന്നല്ലേ നീ പറയത്തുള്ളൂ എന്ന് പറയും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നാട്ടിലെ ഇതൊക്കെ നിർത്തി നമുക്ക് കാട്ടിലോട്ട് കയറി ഒരു കുടിലൊക്കെ വെച്ച് സന്തോഷമായിട്ട് താമസിച്ചാലോ വിക്രം എന്നിങ്ങനെ കളിയാക്കി ചോദിക്കും. അപ്പോൾ വിക്രം പറയും നീ കളിയാക്കിയൊന്നും വേണ്ട, കാട്ടിലെ ജീവിതത്തെക്കുറിച്ച് കാര്യം എന്ന് വെച്ചാൽ അന്നുള്ള ആഹാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു രീതി നമ്മളെപ്പോലെയുള്ളവർക്ക് ചിലപ്പോൾ ഇതാണ്. നമുക്കൊക്കെ ഇതെന്ന് പറയുന്നത് ഒരു ടൂറ് പാക്കേജ് പോലെയാണ് അല്ലേ, ഗുഹയിൽ താമസിക്കുക, ഹണ്ടിങ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു എക്സോട്ടിക് ഒരു അനുഭവം പോലെയാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് തോന്നുന്നത്. പക്ഷേ ശരിക്കും റിയൽ കാട്ടിലുള്ളവരുടെ അനുഭവം എന്ന് പറയുന്നത് അതൊരു വേറെ ജീവിത രീതിയാണ്. നീ അത് ആ ഒരു രീതിയിൽ കളിയാക്കേണ്ട വേദ എന്ന് പറയും. അയ്യോ വിക്രം ഞാൻ അങ്ങനെ പറഞ്ഞ് കളിയാക്കിയതല്ല, ഞാൻ നിന്നെ അല്ലാണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ അത്രയും ചിന്തിച്ച് അതെ നമ്മളുടെ ചിന്തകൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ പറയുന്ന രീതികൾ ചിലപ്പോൾ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അതിനേക്കാളേറെ നമ്മൾ പെട്ടെന്ന് പറയുന്ന വാക്കായിരിക്കും, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു വരുമ്പോൾ അത് വലിയ വലിയ കാര്യങ്ങളിലോട്ട് എത്തും. അതാണ് നമ്മുടെ അവസ്ഥയെന്ന് പറയാം. എന്നിട്ട് പിന്നെ വിക്രമിനോട് വേദ പേഴ്സണലി ഇങ്ങനെ കുറച്ച് കാര്യം ചോദിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്ന് ചോദിക്കും. നിൻ്റെ ചോദ്യം ആദ്യം കേൾക്കട്ടെ എന്ന് വിക്രം പറയും. അപ്പോൾ പറയുന്നത്
എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വീട്ടിലുള്ളപ്പോൾ വാസവൻ്റെ മോൻ്റെ കാര്യം എന്നോട് വിക്രം പറയാണ്ടിരുന്നതെന്ന് വേദ ചോദിക്കും. അത് അന്നേരം എൻ്റെ ഒരു ഇത് അനുഭവം വെച്ചിട്ട്, അതായത് ഇപ്പം നിന്നോട് പറയാൻ അന്നേരം എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ശരി എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തത്. അതായത് ഇപ്പോൾ നിയമപരമായിട്ട് വാസവൻ്റെ മോൻ ജയിലിൽ പോവുകയാണെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പവറും പണവും ഉപയോഗിച്ച് അവരെന്തായാലും തിരിച്ചു പോരും, ഇറങ്ങിപ്പോരും നിസ്സാരമായിട്ട്. അതൊന്നും അവരെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. പക്ഷേ എനിക്ക് ന്യായമായിട്ട് ചെയ്യാൻ തോന്നിയ നീതി, എൻ്റെ മനസാക്ഷിക്ക് നീതി എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലി എന്ന് വിക്രം പറയും. അപ്പോൾ വേദ ചോദിക്കും, വിക്രമിന് ശരിക്കും ചെയ്ത കാര്യം ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമല്ല. പക്ഷേ എൻ്റെ മനസാക്ഷിക്ക് ഞാൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നീ നിൻ്റെ മനസാക്ഷിക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. നീ കണ്ട കാര്യം നീ കോടതിയിൽ സാക്ഷി പറഞ്ഞു. അതുപോലെ ഞാൻ ഈ ഒരു കാര്യത്തിന് എൻ്റെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നിയ കാര്യമാണ് ഞാനും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ മൈൻഡിന്, അതായത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിൻ്റെ കാര്യം നീ ചെയ്തു, പക്ഷേ നിന്നിൽ എൻ്റെ നന്മ നീ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് ശരിയെന്ന കാര്യം ചെയ്തിരുന്നാലും എന്നിലും അതുപോലെ തന്നെയാണ്, നിൻ്റെ നന്മ മാത്രമേ ഞാനും കൊണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ പറയും. എന്നിട്ട് വിക്രം പറയും, ഇവൻ്റെയൊക്കെ രീതി വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പം നിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് ഇപ്പോൾ ഈ അവസ്ഥ വരേണ്ട വാസവൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചെയ്താൽ കണ്ടില്ല. അവരുടെ അത്രയ്ക്കുള്ള ഒരു ചീപ്പ് ഇതാണ് അവർ കാണിക്കുന്നത്. ജീനയുടെ അനുഭവം കണ്ടില്ല, ജീന നമ്മളെ വിട്ടു പോയില്ലേ എന്നിങ്ങനെ വിക്രം പറഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം വേദ പെട്ടെന്ന് ഷോക്ക്ഡായിട്ട് ജീനയ്ക്ക് എന്ത് പറ്റി വിക്രം എന്നിങ്ങനെ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം അയ്യോ വായിന്ന് വീണു പോയല്ലോ എന്നുള്ളൊരു രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കി. അപ്പോഴും വീണ്ടും വേദ ചോദിക്കുകയാണ്, എന്താണ് പറ്റിയത് വിക്രം, പറയൂ ജീനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും പറഞ്ഞിട്ട്. അവൾക്ക് എന്തോ അവൾ നമ്മളെ വിട്ട് പോയി മരിച്ചു എന്നുള്ള രീതി കേട്ട് അവൾ ആകെ വേദ അങ്ങ് ഷോക്ക്ഡ് ആവണം, എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നുള്ള രീതിയിൽ വേദ ഇങ്ങനെ ചോദിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വരുന്ന ഏകദേശ സീനുകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് രാത്രി 9 മണിയാകുമ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണാം. അപ്പോൾ ഒരു ചെറിയൊരു പ്രൊമോ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക്